കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കം നടത്തുന്നതായി ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. നീക്കങ്ങളെല്ലാം ജില്ലാ കളക്ടർ ഒത്താശ ചെയ്യുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം ഗൌരവത്തോടെ കാണണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ നിയമനം പോലും ഇതിന് തെളിവാണ്. വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം നിയമപോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അപ്പോൾ ഈ തലത്തിൽ ഗവൺമെന്റും സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഡീലിമിറ്റേഷൻ നടത്തിയ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ ലൈസൻസ് ഓഫീസറെയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്, CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യമാണ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പയ്യന്നൂരിൽ നടക്കുന്ന കള്ള ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കുക. അത് വ്യക്തമായി അറിയുന്നതുകൊണ്ട്, അല്ലാതെ അങ്ങനെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ഉത്തരവാദിത്വ ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അത് അങ്ങനെ പറയില്ല എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുണ്ട്. ആ തെളിവ് ആവശ്യപ്പെടുമ്പോൾ അത് CPM ഓഫീസിൻ്റെ അദ്ദേഹത്തിൻ്റെ പരാതിയിൽ തന്നെ കുഞ്ഞുകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്തിരിക്കുന്ന പരാതിയിൽ തന്നെ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. CPM ഓഫീസിൻ്റെ മുകളിൽ നിന്നും ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യം. കാരണം ഇപ്പോൾ എന്താ വിഷയമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ SIR വന്നതോടുകൂടി കുറേ മരിച്ചവരുടേതായിട്ടുള്ള കുറേ വോട്ടുകൾ അവിടെ ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ നിന്നും അങ്ങ് മാറുകയാണ്. അപ്പോൾ ഈ മരിച്ചവരുടേതായ വലിയ ഒരു വോട്ട് മാറുമ്പോൾ ഇപ്പോൾ സാധാരണ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിച്ചവരുടെ വോട്ട് പോയി കള്ളവോട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് CPM ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മരിച്ചവരുടെ വോട്ട് അതിനകത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ള ആളുകൾ വരാത്തവരുടെയും മറ്റു പാർട്ടിക്കാരുടെയും ഒക്കെ കള്ള ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കി ചെയ്യുക എന്നുള്ള സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ CPM അനുവർത്തിക്കുന്ന ആ കള്ള ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കുന്ന ഒരു സമീപനം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുക.